അവസാന നാളുകളിലെങ്കിലും ഗുരുവിനെ കുറിച്ചുള്ള വിചാരധാര നിങ്ങളെ അറിയുന്നതിനുള്ള, നിങ്ങൾ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുന്നതിനുള്ള സൗഭാഗ്യത്തെ ഒരുക്കി തരും. ഒരിക്കലും ഒരു മനുഷ്യൻ കടൽ തീരത്തിരിക്കുമ്പോ, കടൽ തീരത്ത് ഇങ്ങനെ കടൽ നോക്കി അയാൾ ഇങ്ങനെ രാത്രിയിൽ ഇരിക്കുകയാണ്. അപ്പോ അടുത്ത് കുറച്ച് കല്ലുകൾ കൂടിയിട്ടിട്ടുണ്ടായിരുന്നു. ആ കല്ലുകളിൽ നിന്ന് അദ്ദേഹം കടൽ നോക്കിയിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓരോ കല്ലുകളും എടുത്ത് കടലിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. ഒരു രസം. നമ്മൾ ആണെങ്കിലും ഒരു തടാകത്തിന്റെ ഓരത്തോ കുളത്തിന്റെ അരികത്തോ ഒക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ അതിലേക്ക് ഇടും. ഗ്ലും എന്ന് കേൾക്കാൻ ഒരു സുഖം. അപ്പൊ ഗ്ലും 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 എന്ന് കേട്ടുകൊണ്ടിരുന്നു. ഇയാൾ കുറേ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്ലും കേൾക്കുന്ന ശബ്ദത്തിൽ ലയിച്ചിങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ നേരം പുലർന്നപ്പോ അദ്ദേഹം വെറുതെ ഒന്ന് അടുത്തിരിക്കുന്ന കല്ലുകളിലേക്ക് നോക്കി. അപ്പൊ അവിടെ എല്ലാ കല്ലുകളും എറിഞ്ഞ് അവസാനം ഒരു കല്ല് മാത്രമായി. അത് രത്നമായിരുന്നു. കുറെ രത്നങ്ങളായിരുന്നു അദ്ദേഹം അതുവരെ എറിഞ്ഞു കളഞ്ഞത്. നേരം വെളുത്തപ്പോഴേക്കും എല്ലാ രത്നങ്ങളും കടലിലേക്ക് പോയി. അവസാനം ഒരു കല്ല് മാത്രം. ആ കല്ല് അയാൾ വളരെ വിലപ്പെട്ട ഒരു നിധിയായി കണ്ടുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. ജീവിതത്തിൽ ഓരോ ദശകളിലും ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ജനിച്ച് ബാല്യത്തിലൂടെ, കൗമാരത്തിലൂടെ, യൗവനത്തിലൂടെ, മധ്യവയസ്കത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിരവധിയായ രത്നങ്ങളെ വെറുതെ എറിഞ്ഞു കളയാറുണ്ട്. അവസാനം ആരുമില്ലാതെ വരുമ്പോൾ നമ്മളുടെ സൗന്ദര്യവും നമ്മളുടെ സമ്പത്തും നമ്മളുടെ സ്വാധീനവും നമ്മളുടെ പദവികളും ഒന്നും പ്രാബല്യത്തിൽ വരാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഞാൻ എൻ്റെ ജീവിതം വെറുതെ തീർക്കുകയായിരുന്നല്ലോ എന്ന്. അപ്പൊ നമ്മുടെ കയ്യിൽ ആകെ ഒരു രത്നം ഉണ്ടാവുള്ളൂ. പിന്നെയാണ് നമ്മളിത് പഠിക്കാൻ തുടങ്ങുക, പിന്നെയാണ് നമ്മളിത് അറിയാൻ തുടങ്ങുക. ഇപ്പൊ ഗുരുക്കന്മാര് പറയാണ്, അത്രയ്ക്കങ്ങ് വൈകിപ്പിക്കണ്ട, അത്രയ്ക്കങ്ങ് ഒരുപാട് വൈകണ്ട ഇതൊന്നും തുടങ്ങാൻ. എപ്പോഴാണോ ഏറ്റവും ആദ്യം ഇത് കേൾക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നത് അപ്പോഴേ കേട്ടു തുടങ്ങുക. ഇതൊക്കെ കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഇത് കേട്ടത് കൊണ്ട് നമ്മൾ വലിയ പുണ്യാളനൊന്നും ആയില്ലെങ്കിലും ഇത് കേൾക്കാതിരുന്നാൽ നമ്മളൊരു വലിയ ഒരു തിന്മയുള്ള അല്ലെങ്കിൽ വളരെ അധാർമികനായ ഒരു വ്യക്തിയായി തീരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പറയുന്നതെന്നും എന്താണ് ജീവിതത്തെക്കുറിച്ചുള്ള തയ്യാറെടുപ്പുകൾ എന്നൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് അറിയില്ല മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നും മറ്റുള്ളവരുടെ ഇടയിൽ അവരെ പോലെ ഒരാളായി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും എത്രമാത്രം അഹങ്കാരം കുറയ്ക്കാമോ അത്രമാത്രം ഈ ജീവിത വാഴ്വ് സുഖകരമാകുമെന്നും അറിയാതെ, അല്ലേ? എത്ര കണ്ട് നമ്മൾ വിനയാന്വിതമാകുന്നോ അത്രയും ജീവിതം സുന്ദരമാകുന്നുണ്ട്. എത്ര കണ്ട് നമ്മുടെ ഉള്ളിൽ ലോകേഷണകൾ കുറയുന്നു. ലോകം എന്നെ ബഹുമാനിക്കണം, ലോകം എന്നെ സ്നേഹിക്കണം, ലോകം എന്നെ പരിഗണിക്കണം, ലോകം എനിക്ക് കസേര തരണം, ലോകം എനിക്ക് മൈക്ക് തരണം എന്നുള്ള ആഗ്രഹങ്ങൾ എത്ര കണ്ട് കുറയുന്നുവോ അതിനെയാണ് ഏഷണ ആഗ്രഹം എന്ന് പറയുന്നത്. ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന ആഗ്രഹം അത് കുറയും തോറും എന്താണ്? ജീവിതം പ്രയാസങ്ങളില്ലാതെ ലളിതമായി ലാളിത്യത്തോടു കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹങ്ങള് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാകാതെ നമ്മുടെ ആഗ്രഹങ്ങൾ സത്യത്തിലേക്ക് വരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ സത്യധർമ്മനാകട്ടെ. ആ മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ട് സത്യം അതിൻമുഖം എനിക്കൊന്ന് ദർശിക്കാൻ കഴിയണമേ എന്ന ആത്യന്തികമായിരിക്കുന്ന പ്രാർത്ഥനയായിരിക്കട്ടെ ഒരു ഗുരുഭക്തൻ ഉണ്ടായിരിക്കേണ്ടത്. हिन्दू रक्षा